അങ്ങനെ ഞാൻ തന്നെ പരിചയപ്പെടുന്നു. പക്ഷെ മെസ്സേജ് അയക്കുന്നത് അയാൾ തന്നെയാണ്. റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അത് പിന്നെ എല്ലാവരും കാണുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ഇടുന്നത് നോർമൽ. മെസ്സേജ് ഇട്ടു, ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചു. കാരണം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സുഹൃത്ത് എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചു. ഞാൻ പരിചയപ്പെട്ട് ഈ 24 hours കഴിയുന്നേക്കും എന്നെ താളം തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങ് ഒതുക്കി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങ് തകർത്തു. ഈ പീഡന കേസുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് കേസുകളൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് തുടച്ചു നീക്കാം എന്ന് വിചാരിച്ചവർക്ക് 8ന്റെ പണിയാണ് ഇന്നലെ കോടതി കൊടുത്തത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാപ്രകളെ ഒന്നും ഇപ്പൊ കാണാനില്ല. പണ്ടത്തെ ആ ഉഷാറൊന്നുമില്ല ഇപ്പൊ അമ്മമാർക്ക്. ഇന്നലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട ഇറങ്ങിയതിന് ശേഷം 18 ദിവസമായല്ലോ ജയിലിനുള്ളിൽ. അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവന്മാരും മറ്റേ സാധനവും പൊക്കിയെടുത്തോണ്ടാകും, ക്യാമറയും പൊക്കിയെടുത്തോണ്ട് വീട്ടിലോട്ട് കയറാൻ ചെന്നപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരും പിന്നെ ബന്ധുക്കളെല്ലാം കൂടെ അവിടെ വെച്ചങ്ങ് തറഞ്ഞു. നീയൊന്നും ഇവിടെ കയറണ്ട എന്ന് പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു ഈ മുട്ട ഉണ്ടല്ലോ, മുട്ടയാരുണ് റിപ്പോർട്ടർ ചാനലിലെ, അവനൊക്കെ നല്ലൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവനൊക്കെ മോങ്ങ എന്തൊക്കെയായിരുന്നു. എന്തായാലും ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ പറയുന്ന മാപ്രകൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് രാഹുൽ ഈശ്വർ മിണ്ടാതെ പോയി മറുപടി കൊടുത്തു. അതാണ് അതിന്റെ ഒരു ഇത്. അത് ആദ്യം നിങ്ങളൊന്ന് കാണുക. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് പറയാനാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായത്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഇമാരുടെ പറച്ചില് ശരിയല്ല. എന്ത് ഈ ബലാത്സംഗ കേസ് എന്ന് പറയുന്നത്? ബലാത്സംഗ പരാതി എന്ന് പറയടാ. ഉഭയസമ്മത പ്രകാരം ചെയ്ത കാര്യങ്ങളാണ്. അവളുമാര് കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇട്ട ആ മനുഷ്യനെ പിന്നെ എടുത്തിട്ടുണ്ടാക്കുന്നത്? കോടതി വരെ പറഞ്ഞിട്ട് പോലും ഇവന്മാർ ഇത് മാറ്റുന്നില്ല. കാരണം ഇവന്മാരത് മാറ്റാൻ പറ്റത്തില്ല. ഇവന്മാരുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുലിനെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം. അതിനുവേണ്ടി ഇവന്മാര് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കോടതി പറഞ്ഞതുപോലെ ഇവന്മാർക്ക് വേറെ വേണ്ട. അതാണ് ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കേട്ട് നോക്ക്. മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും അത് പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും മറുപടിയൊന്നും നൽകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇപ്പോൾ കാറിൽ കയറി പോകുന്നത്. ജാമ്യം ലഭിച്ചല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ, ട്രാപ്പാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാതെയാണ് ഇപ്പോൾ കാറിൽ കയറി രാഹുൽ. ഇതാണ് കുഴപ്പം. നിന്നോടൊക്കെ എന്തിനു മറുപടി പറയണം? എടാ, ഇത് ട്രാപ്പാണോ? ഇത് നിങ്ങളെ പെടുത്തിയതാണോ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോ ചോദിക്കണമായിരുന്നു? ആ മനുഷ്യനെ എല്ലാവരും ഇട്ട് വേട്ടയാടിയ സമയത്ത് നിങ്ങൾ ചോദിക്കണമായിരുന്നു. അന്നേരം നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല. ആ മനുഷ്യനെ കൊല്ല ചെയ്യാനായിട്ട് നീയൊക്കെ ഇട്ടുകൊടുത്തില്ലേ? എന്നിട്ട് നീയൊക്കെ ഇപ്പൊ പോയിരുന്നു മയക്കും പിടിച്ചോണ്ട് ഇത് ട്രാപ്പാണോ, ഇതെന്താണ്, അതാണ്, ഇതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി പറയും? മറുപടി പറയാതിരുന്നത് നല്ല കാര്യം തന്നെയാണ്. രാഹുൽ അറിഞ്ഞുകൊണ്ടാണ് ഇവന്മാരോടൊന്നും പറയാത്തത്. ഇവന്മാരോട് പറയേണ്ട കാര്യവുമില്ല. എന്തുണ്ടെങ്കിലും അത് നിയമപരമായിട്ട് രാഹുൽ നീക്കുന്നതാണ് നല്ലത്. ഇവന്മാരോട് ഒരു കാര്യവും പറയണ്ട. അതാണ് നല്ലത്. എന്തായാലും ഇന്നലത്തെ ആ കോടതി വിധി നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കോടതി നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തത്. ഈ പറയുന്ന പരാതിക്കാരി, അവളെ അതിജീവിതി എന്ന് വിളിക്കുന്നത് തന്നെ ശരിയല്ല. അത്രയ്ക്ക് ഇതാണ് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി. അതായത് ഒരു ഭർത്താവ് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വിവാഹ വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ അത് സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യം കോടതി അങ്ങോട്ട് ചോദിച്ചു. ഇതിനൊക്കെ മറുപടി ഉണ്ടോ? അത് മാത്രമല്ല, ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ പരാതിക്കാരി ഇവിടെ വന്നിട്ട് നേരിട്ട് ഒപ്പിട്ടണം. അതുപോലും പുള്ളിക്കാരി ചെയ്തിട്ടില്ല. അതൊക്കെ മറ്റേ എന്തോ കോൺഫറൻസ് കോൾ വഴി അങ്ങോട്ട് ചെയ്യിച്ച ആൾക്കാരാണ് ഇവിടെയുള്ള പോലീസുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും. അവർക്കൊക്കെ എങ്ങനെയായാലും രാഹുലിനെ കൊടുക്കാൻ ഒരു പരാതിക്ക് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. മാപ്രകളുടെ കാര്യം പിന്നെ പറയണ്ടായല്ലോ. അവർ ഇത് തന്നെയായിരുന്നു കാത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലരെ കൊണ്ടുവന്ന് വെച്ച് അങ്ങ് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ചെയ്ത് അന്തിച്ചർച്ച ചെയ്ത് ഒരു വിധേന ആ കേസിനെ ഇങ്ങനെ കൊണ്ടെത്തിച്ച് രാഹുലിനെ 18 ദിവസം അവിടെ കിടത്തി. എന്തായാലും കോടതി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കി. 18ാം ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയ കോടതി ഉത്തരവിൽ പോലീസിന് വീഴ്ചയെന്നും പരാമർശമുണ്ട്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമം പാലിക്കാതെയെന്ന് പത്തനംതിട്ട സെഷൻസ് കോടതി പറഞ്ഞു. പീഡനശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി. വിശദാംശങ്ങളുമായി വിനു മോഹനാണ് ചേരുന്നത്. വിനു, ഈ പരാതി നൽകാൻ അത്രയും സമയമെടുത്തു എന്നൊരു കാര്യം അത് അംഗീകരിക്കുന്നു. മറ്റൊന്ന്, ഈ പീഡനത്തിന് ശേഷവും ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം അത് കോടതി അംഗീകരിക്കുകയാണ്. പോലീസിന് എന്തൊക്കെ വിമർശനങ്ങളാണ്?
നിമേഷ്, അറസ്റ്റിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ പ്രതിയെ കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്, രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് പൊതുവായ ചില കാര്യങ്ങളല്ലാതെ ഈ കേസിന്റെ സ്വഭാവം കൃത്യമായ രീതിയിൽ പ്രതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മാത്രമല്ല, പരാതിക്കാരി കാനഡയിലുള്ള പരാതിക്കാരി എങ്ങനെയാണ് ഇതിലിപ്പോൾ ഒപ്പിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരാതിക്കാരി വിവാഹിതയാണ്. ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കെ എങ്ങനെയാണ് മറ്റൊരു വിവാഹത്തിന് സാധിക്കുക? അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നുള്ളത് എങ്ങനെ നിലനിൽക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന് ഏതാണ്ട് 1 വർഷവും 9 മാസത്തിന് ശേഷവുമാണ് പരാതി നൽകുന്നത്. അത് പ്രതിഭാഗത്തിന്റെ വാദമായിരുന്നു. അതും കോടതി അംഗീകരിച്ചിട്ടുണ്ട്, പ്രധാനമായും അതിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉപദ്രവം ഉണ്ടായതിനു ശേഷവും ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതും കോടതി കണക്കിലെടുത്തു. ഈ കാലയളവിനുള്ളിൽ സാമ്പത്തിക സഹായമടക്കം പ്രതിക്ക് ചെയ്തതായുള്ള പ്രതിഭാഗത്തിന്റെ വാദവും കണക്കിലെടുത്തിട്ടുണ്ട്. പ്രധാനമായും പ്രതിഭാഗത്തിന്റെ വാദം ഇതൊരു അവിഹിത ബന്ധമായിരുന്നു. യുവതി വിദേശത്താണ് ഉള്ളത്. വിദേശത്ത് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ കുറ്റകരമല്ല. മാത്രമല്ല, ഭർത്താവിൽ നിന്ന് ഇത്തരത്തിൽ ഗർഭിണിയായതടക്കമുള്ള വിവരങ്ങൾ ഇവർ മറച്ച് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ആശ്വാസകരമാണ് ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. അറസ്റ്റിൽ വീഴ്ച വന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഉത്തരവ് എത്തിക്കഴിഞ്ഞാൽ ഇത് മാവേലിക്കര സബ് ജയിലിന്റെ കവാടമാണ്. എന്തായാലും അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ തന്നെ ഇപ്പൊ പരാതിക്കാരി എന്ന് പറയുകയാണ്. കോടതി തന്നെ പറഞ്ഞു ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന്. അങ്ങനെ 3ാമത്തെ പരാതിയും ദാ കിടക്കുന്നു ചവറ്റുകൊട്ടയിൽ. 1ാമത്തേത് ചവറ്റുകൊട്ട, 2ാമത്തേത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അത് ചവറ്റുകൊട്ട, 3ാമത്തേത് ചവറ്റുകൊട്ട. ഇങ്ങനെ ആകുകയാണ്. കാരണം ഇതെല്ലാം ട്രാപ്പാണ്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ ട്രാപ്പിലാക്കി കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം ആരുടെ മുഖത്ത് നോക്കിയും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പേടിയാണ്. ആ പേടിയുടെ ഒരു കാര്യമാണ് ഈ സംഭവിക്കുന്നതെല്ലാം. സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും രാഹുലിനിട്ട് പണിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ പറയുന്ന റിനി എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു കാര്യം രാഹുലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എന്താണല്ലേ, 24 മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുലിന്റെ സ്വഭാവം പുള്ളിക്കാരിക്ക് മനസ്സിലായെന്ന് പോലും. പുള്ളിക്കാരി അങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടെന്ന് പോലും. പുള്ളിക്കാരി എന്തിനു റിക്വസ്റ്റ് ഇടാൻ പോയതാ ഫസ്റ്റ്? ഒരു റൂം എടുത്തിട്ട് 2 പേരോട്, ഒരാണും പെണ്ണോടെ പോയി റൂം എടുത്ത് ഉള്ളിൽ കയറി ഒരു കിസ് അടിക്കാനും ഒരു ഹഗ്ഗിങ്ങിനും മാത്രം പോകുന്നു എന്ന രീതി പറഞ്ഞ പുള്ളിക്കാരിയാണ് റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ചതെന്ന്. നീ എന്തിനു റിക്വസ്റ്റ് അയച്ചു? എന്തിനയച്ചു? ഈ പറയുന്ന മനുഷ്യനെ നീ എന്തിന് റിക്വസ്റ്റ് അയച്ചു? ഓക്കെ, അത് കേട്ടു നോക്കി. അത് പരിചയപ്പെടുന്നത് ഞാൻ തന്നെയാണ് റിക്വസ്റ്റ് ഇടുന്നത്. കാരണം എനിക്ക് ഈ വ്യക്തി നല്ല ആളാണ്, ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഞാൻ തന്നെ പരിചയപ്പെടുന്നത്. പക്ഷെ മെസ്സേജ് അയക്കുന്നത് അയാൾ തന്നെയാണ്. റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അത് പിന്നെ എല്ലാവരും കാണുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ഇടുന്നത് നോർമൽ. മെസ്സേജ് ഇട്ടു, ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചു. കാരണം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സുഹൃത്ത് എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചു, ചാറ്റ് ചെയ്തു. എവിടെ വെച്ചിട്ടാണ് ഈ സംസാരത്തിന്റെ താളം തെറ്റുന്നു തോന്നിയത്? താളം തെറ്റുന്നു തോന്നി കഴിഞ്ഞാൽ അതായത് പരിചയപ്പെട്ട് ഈ 24 hours കഴിയുന്നേക്കും മുമ്പ് എന്നെ താളം തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജിങ് പരിചയപ്പെട്ട 24 ഹവേഴ്സിനുള്ളിൽ തന്നെ താളം തെറ്റിയെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് കൊടുത്ത ഒരു ബൈറ്റിന്റെ അകത്ത് പറഞ്ഞ കാര്യമേ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ആ ഒരു പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയിരുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ദിവസം രാത്രി 12:30 ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട്, ഒരു മുന്നണി പോരാളിയായിട്ട് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നടന്നിട്ടുള്ള മാനിപ്പുലേഷനെ കുറിച്ച് ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ഫോർ ഫ്രണ്ടിയർ വരെ കേട്ടുള്ളൂ കേട്ടോ. മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായി 6 months ആയിട്ട് എവിടെയും നിന്ന് ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരാൾ. ഇപ്പൊ ഓഡിബിൾ ആണോ? ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് അത്തരം റോട്ടൺ തിയറീസ് ആക്ച്വലി ചീമട്ടയുടെ ദുർഗന്ധമുണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സിന്. സോ അങ്ങനെ ഒരു റോട്ടൺ തിയറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ഭാഷയല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഒരു പക്ഷേ UMLA രാത്രി 12:30 ശേഷം ഒക്കെ വീഡിയോ കോൾ ചെയ്യുക. പ്ലീസ് കം ടു ടെലഗ്രാം. അതായത് നമുക്ക് അതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം അല്ലേ? അതായത് ശ്രീനാജിക്ക് കുടുംബ സുഹൃത്താണ്, ശ്രീനാജി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ്, അമ്മയുടെയും സഹോദരിയുടെ ഒക്കെ കുടുംബ സുഹൃത്താണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വെരിഫൈഡ് ഇൻഫർമേഷൻ നമുക്ക് എടുക്കാം.
തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും അത്രയും ഒരു വ്യക്തിബന്ധമുള്ള ഒരിടത്തേക്ക് ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇത് പുറം ലോകം അറിയാം. അതല്ലാത്തയിടത്ത് എനിക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഈ വിഷയത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കണമെന്നോ അനുകൂലമായി കേട്ടോ നിങ്ങള് കേട്ടോ ഈ പറയുന്ന റിനി മോളെ ഇതിന് വല്ല മറുപടി ഉണ്ടോ? അതായത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ മോശമായിട്ട് പെരുമാറി അപ്പൊ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ ആളാ. എന്നാൽ എന്താണ് വീഡിയോ കോളിങ് അത് ഇത് എല്ലാം ചെയ്ത് കിട്ടാതെ വന്നപ്പോൾ ഒരു പരാതി അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇറങ്ങി. പിന്നെ വരുന്ന പരാതിക്കാരികളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ തുടങ്ങി. എന്ത് ചെയ്യാനാ? എന്തായാലും രാഹുൽ മാങ്കൂട്ടം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരാ. ഇവർക്കെതിരെ എല്ലാ കേസ് കൊടുക്കണം. കേസ് കൊടുത്തേ പറ്റൂ. കാരണം ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അതിജീവിതനൊപ്പമാണ് എല്ലാവരും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. കാരണം സത്യം ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. സത്യം എപ്പോഴും വിജയിക്കണം. കള്ളങ്ങള് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇങ്ങനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ നോക്കി, അവനെ നശിപ്പിക്കാൻ നോക്കി, അവന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്നു. അവന്റെ കുടുംബത്തിൽ അവന്റെ അമ്മയൊക്കെ അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ വീടിന്റെ അയലോക്കക്കാർ പറഞ്ഞ കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്രമാത്രം നാട്ടുകാർക്കും ആ അയലോക്കത്തുള്ളവർക്കും വീട്ടുകാർക്കും ഒക്കെ നല്ലൊരു മകനെ ഈ പറയുന്ന ട്രാപ്പിലിട്ട് കുടുക്കിയിട്ട് മീഡിയക്കാർ പോയി ചോദിക്കുക, ഇത് ട്രാപ്പായിരുന്നോ എന്ന്. ഇതൊക്കെ മുമ്പ് ചോദിക്കണം. ഇതൊക്കെ രാഹുലിനോട് നിങ്ങൾ മുമ്പ് ചോദിക്കണം. ചോദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വായി തോന്നുന്നതെല്ലാം പറഞ്ഞിട്ട് രാഹുൽ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാഹുലിനോട് ചോദിക്കുക, ഇത് ട്രാപ്പായിരുന്നോ എന്ന്. ഇതിന് മറുപടി രാഹുൽ തരണോ? അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്തായാലും ഒരു ഫീനൽ പക്ഷിയെ പോലെ രാഹുൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. രാഹുലിനിട്ട് പണിതവർക്കൊക്കെ തക്ക മറുപടി തരും. അന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ പറഞ്ഞ് നിങ്ങൾ കേസുണ്ടാക്കിയപ്പോഴേ അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു, വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. രാഹുൽ ഈശ്വറിന്റെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആൾക്കാരുണ്ട് കേട്ടോ. ഇത് സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും രാഹുൽ ഈശ്വർ വിജയിക്കുന്ന ആ ലെവലിലാണ് നിൽക്കുന്നത്. കാരണം കള്ളപ്പരാതിയുടെ പുറത്ത് കള്ളപ്പരാതി ഇട്ടിട്ട് ആ മനുഷ്യനെ കൊടുക്കാൻ നോക്കിയ ആ ഒരു ശ്രമം ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തായാലും അടുത്തൊരു പരാതിക്കാരിയെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ആ പരാതിക്കാരിയെയും കൂടി ഇങ്ങോട്ടും വിടണം. സോറി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ അതിജീവിതയോടെ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടാട്ട്. അത് ഈ ഒരു സെയിം പാറ്റേൺ പിടിച്ചോണം കേട്ടോ. ഈ ഒന്നാമത്തെ സെയിം പാറ്റേൺ, 2, 3 അങ്ങനെ എല്ലാം സെയിം പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ അതുകൂടെ അങ്ങോട്ട് വിട്ടാട്ട്, എന്നിട്ട് അതുകൂടെ കൊണ്ട് കേസ് കൊടുക്കുക. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യിക്ക്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന 2026 ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ കൊണ്ടുപോകും. ഈ ഒരു കാര്യം, അതായത് രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും ഈ പരാതിക്കാരികൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഈ രാഹുൽ ഈശ്വരനെയും പിടിച്ച് ജയിലിലിട്ട ആൾക്കാരാണല്ലോ നിങ്ങൾ, അല്ലെ? സത്യം വിളിച്ചു പറയുന്നവരുടെ വായെല്ലാം മൂടിക്കെട്ടിക്കൊണ്ട് പരിശ്രമം നടത്തിയിട്ടും കോടതി പറയുകയാണ്, എടാ നിങ്ങൾ കോടതിയുടെ സമയം എന്തിനു മെനക്കെടുത്തുന്നു? പോലീസുകാരോട് വരെ ചോദിക്കുകയാണ് അവരെങ്ങനെ വന്ന് ഒപ്പിട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കോടതി സംസാരിച്ചു. കോടതി വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കോടതിയോട് ബഹുമാനം തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോടതി അതാണ് ഷിംജിതയ്ക്കും അടിപൊളിയായിട്ടൊരു കൊടുത്തു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് കിട്ടിയത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും